രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ അയ്യോ ഇന്ന് വീണ്ടും ആ മെഷീൻ്റെ മുന്നിൽ പോയിരിക്കണമല്ലോ, കസ്റ്റമേഴ്സിന് തുണി തിന്ന് മടുത്തണ്, പക്ഷേ എനിക്ക് തയ്ക്കാൻ ഒട്ടും മൂടില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ തയ്യലറിയാം, കയ്യിൽ നല്ലൊരു മെഷീനും ഉണ്ട്, പക്ഷേ അതൊരു വലിയ ഭാരമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുക എനിക്ക് നല്ലൊരു മൂഡ് വരട്ടെ അപ്പം തയ്ക്കാമെന്ന്. പക്ഷേ വിചാരിക്കുന്നത് പോലെ ആ ഒരു മൂഡ് ഒരിക്കലും വരില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പ്രവാസി സഹോദരിമാരുടെ കാര്യം പറഞ്ഞപ്പം നാട്ടിലുള്ള ഒരുപാട് പേരെന്നോട് ചോദിച്ചത്, നാട്ടിലിരുന്ന് തയ്യൽ ബിസിനസ് ചെയ്യുന്ന ഞങ്ങളെ മടി മാറ്റി സമയത്ത് ഒരു ടൈം മാനേജ്മെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റണ വഴി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോക പ്രശസ്തമായ ഹാൽ ആൻഡ് റോളിൻ്റെ മിറാക്കിൾ മോർണിംഗ് എന്ന റുട്ടീനും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വിഷൻ ബോർഡും അഥവാ നമ്മുടെ തലച്ചോറിനുള്ളിലെ PGS സിസ്റ്റവും ഉപയോഗിച്ച് തയ്യൽ മേഖലയിലുള്ള നമുക്ക് എങ്ങനെ നമ്മുടെ മടിയെ പൂർണ്ണമായും മാറ്റാം, എങ്ങനെ മാസം നല്ലൊരു തുക വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വമ്പൻ പ്രായോഗിക വഴികളെക്കുറിച്ചാണ്. കുറച്ച് സമയം കൃത്യമായി ഈ കാര്യങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ വരുമാനവും ഇന്നത്തോടെ മാറും. ഈ ദിവസം വളരെ നല്ലതായിത്തീരും. ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും നന്ദി. ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീട്ടമ്മമാരായ തയ്യൽക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഷക്കീല ഹംസ എന്നൊരാൾ കമൻ്റ് ഇട്ട് ചോദിച്ച പോലെ വീട്ടുജോലിയും തയ്യലും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. വിനീതയും ഷംസീറയും ചോദിച്ചത്, അവർ പറഞ്ഞത് ഭയങ്കര മടിയായിരിക്കും ചിലപ്പോൾ എന്നാണ്. മൈമൂന എന്നാൾ കമൻറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്, ഒരു 2 ദിവസം തയ്യൽ നിർത്തിവെച്ചാൽ പിന്നെ മെഷീൻ്റെ മുന്നിലേക്ക് ഇരിക്കാൻ ഭയങ്കര മടിയാണെന്നാണ്. കസ്റ്റമർ വന്ന് ചോദിച്ചാലേ തയ്ക്കാനൊരു ഉന്മേഷം വരുമെന്ന്. റഹ്മത്ത് എന്ന സഹോദരി മടി കാരണം തയ്യൽ നിർത്തിയാലോ എന്ന് വരെ വിചാരിച്ചതാണ് എന്നാണ് പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരേയൊരു ശാസ്ത്രീയമായ പരിഹാരമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതാണ് വിഷൻ ബോർഡ് നിർമ്മാണം. വെറുതെ ഒരു ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം മാജിക് ഒന്നും സംഭവിക്കുകയില്ല. ഞങ്ങൾ കമൻ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ ആക്ഷൻ നമ്മൾ എടുക്കണം. അതിനായി ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ തയ്യൽ ജീവിതത്തിൽ കൃത്യമായി നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. ഒന്നാമത്തത് വീൽ ഓഫ് ലൈഫ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്വയം വിലയിരുത്തലാണ്. അതായത് നമ്മൾ തന്നെ ഒന്ന് ആദ്യം ഒന്ന് വിലയിരുത്തി ചിന്തിക്കണം. നമ്മുടെ കരിയർ എന്താണ്, ഫിനാൻസ് എന്താണ്, റിലേഷൻഷിപ്പ്, ഇവയിലൊക്കെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വിലയിരുത്തണം. ഉദാഹരണത്തിന്, എനിക്ക് തയ്യലറിയാം പക്ഷേ കസ്റ്റമേഴ്സ് കുറവാണ്, വരുമാനമില്ല, ഇതാണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥയെങ്കിൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ഫാമിലിയിൽ എങ്ങനെയാണ്, നമ്മളെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് പോണത്, നമ്മളെ ഫിനാൻഷ്യൽ ലൈഫ് എങ്ങനെയാണ് പോണത്, നമ്മളെ സ്റ്റിച്ചിങ് ലൈഫ് എങ്ങനെയാണ് പോണത്, ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കോർ വാല്യൂ. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ മൂല്യങ്ങളുമായി യോജിച്ചതാണോ എന്ന് നമ്മൾ അതൊന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ എന്തിനാണ് തയ്ക്കുന്നത്? വെറുതെ സമയം കളയാണോ അതോ കുടുംബങ്ങളെ സഹായിക്കാനാണോ? ഒരു റിസ്വാന എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇട്ടീന് കേട്ടോ. ആ കമൻറ്റിൽ പറഞ്ഞ പോലെ വീട് വാങ്ങാൻ വേണ്ടി കൂടിയ കുറി അടക്കാനുള്ള കൃത്യമായ ലക്ഷ്യമുണ്ട്. നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ ആ മൂല്യം നിങ്ങളുടെ ഒരു ഇന്ധനമാണ് ഇതുപോലുള്ള ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ. മൂന്നാമത്തത് നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. ഗോൾ സെറ്റിങ്സ്. ഓരോ മേഖലയിലും കൃത്യമായ ഗോളുകൾ തയ്യാറാക്കുക. ഈ മാസം ഞാനൊരു 20 ബ്ലൗസ് തയ്ക്കും, അല്ലെങ്കിൽ 10 ചുരിദാർ തയ്ക്കും. ഈ വർഷം ഞാൻ സ്വന്തമായി ഒരു തയ്യൽ കട അല്ലെങ്കിൽ ബുട്ടീക്ക് തുടങ്ങും എന്നിങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്തത് വരുന്നത് ലിമിറ്റിംഗ് ബിലീഫ് മറികടക്കുക. നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. എനിക്കത് സാധിക്കില്ല, ഞാൻ അതിന് അർഹയല്ല, എനിക്ക് വലിയ തയ്യലൊന്നും അറിയില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനൊക്കെ മാറ്റി വെക്കുക. അമ്മണി എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ പറഞ്ഞിന് കേട്ടോ, ഞാൻ തയ്യൽ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാൽ വിചാരിച്ചാൽ എങ്ങനെയായാലും ഞാൻ തയ്ക്കും. ഈ ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമ്മൾ മാറുക. നിങ്ങളെ പരിമിതികളൊക്കെ നമ്മൾ മറികടക്കണം. നമുക്ക് ഇങ്ങനെ തോന്നും എന്നോടത് കഴിയൂല. അങ്ങനെ തോന്നിയാൽ തന്നെ നമുക്ക് ആ ഡ്രസ്സ് അടിക്കാൻ കഴിയൂല. നേരെ മറിച്ച് ഞാനത് സ്റ്റിച്ച് ചെയ്യും. എനിക്കൊക്കെ ജീവിതത്തിൽ എൻ്റെ മുന്നിലൊക്കെ പുതിയൊരു മോഡൽ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു മോഡലൊക്കെ കൊണ്ടുവന്നാൽ ഞാനത് അറിയില്ലെങ്കിലും ഞാനത് വാങ്ങി വെക്കും. എന്നിട്ട് മറ്റൊരു ഡ്രസ്സിൽ അത് ചെയ്ത് വെക്കും. എന്നിട്ടാണ് കസ്റ്റമർ തന്ന തുണിയിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയും, അതെന്നെ കൊണ്ട് കഴിയൂലട്ടോ, മാറ്റിച്ചാളട്ടോ,
കയ്യൂല കേട്ടോ, വാങ്ങണ്ട കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് പറയലെന്തായാലും എന്നോട് കയ്യൂല എന്നുള്ള വാക്ക് പറയണ്ട, എനിക്കത് കഴിയും, ഞാനത് കയ്യിപ്പിക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് നല്ല ശ്രദ്ധിച്ച് ചെയ്യും, നമ്മൾ പക്ക ഫിനിഷിങ്ങിൽ ചെയ്യുകയും ചെയ്യും. അഞ്ചാമത്തത് വരുന്നത് പോസിറ്റീവ് അഫർമേഷൻ. നിങ്ങളെ ലിമിറ്റിംഗ് ബിലീഫ് മറികടക്കാൻ സഹായിക്കുന്ന പോസിറ്റീവ് വാചകങ്ങൾ രാവിലെ ഉറക്കെ പറയുക. ഉറക്കെ നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മളെ നോക്കി തന്നെ പറയുക, ഞാനൊരു മികച്ച ഡിസൈനറാണ്, എൻ്റെ കൈപ്പുണ്യം കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ടതാണെന്ന് സ്വയം ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് പറയാം. മറ്റൊരാളോട് നമ്മൾ പറയണ്ട, പക്ഷേ കണ്ണാടിക്ക് മുന്നിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ നമ്മളത് സ്വയം പറയുക. അപ്പം നമുക്കൊരു കോൺഫിഡൻസൊക്കെ വരും. ഇനി ആറാമത്തത് വിഷൻ ബോർഡ് നിർമ്മാണം. നമ്മളൊക്കെ ലക്ഷ്യങ്ങളുമായി അലൈൻ ചെയ്യുന്ന ചിത്രങ്ങൾ എടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു അത്യാധുനിക അഡ്വാൻസ്ഡ് ആയ ഒരു തയ്യൽ മെഷീൻ്റെ ചിത്രം, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ബുട്ടീക്കിൻ്റെ ചിത്രം പിൻട്രസ്റ്റ് വഴിയോ അതോ മറ്റേതെങ്കിലും ആപ്പ് വഴിയോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി നിങ്ങൾ ഫോണിലോ വാൾപേപ്പറോ ഒക്കെ ആക്കി വെക്കുക. ഫോൺ തുറക്കുമ്പോഴൊക്കെ ഈ ചിത്രം കാണുമ്പോൾ തലച്ചോറ് ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഏറ്റവും നല്ല അനുഭവമാണ് ഈ വിഷൻ ബോർഡ്. ഞാനൊരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി, അത് 2025. ഞാൻ പറ്റുമെങ്കിൽ ഇതിൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് കൊടുക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് ഇനി കഴിഞ്ഞ 2025 ഒരുപാട് ബ്രൈഡൽ വർക്കുകൾ ചെയ്യണം എന്നുള്ളത്, അത് ഞാൻ ഫോട്ടോ ആക്കി വെച്ച് ഇനി ചെയ്തിട്ടുണ്ട്. നല്ല യാത്ര പോകണം. അതേപോലെ സ്റ്റിച്ച് ചെയ്യണ പോലെ ഏറ്റവും വലിയതാണ് ഈ ബ്രോഡ്വേ പോലുള്ള മാർക്കറ്റുകളിലൊക്കെ പോയി മാർക്കറ്റുകളൊക്കെ കണ്ട് അറിയാമെന്നുള്ളത്. അതേപോലെ തന്നെ 2025 ഒക്കെ ഞാൻ പിക്ചറാക്കി വെച്ച് ഇനി എനിക്കൊരു വണ്ടി എടുക്കണം. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഒരു വണ്ടി വാങ്ങി ബ്രോഡ്വേ മാർക്കറ്റ് ഫുള്ള് എറണാകുളം മാർക്കറ്റുകളൊക്കെ ഞാൻ കറങ്ങി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷൻ ബോർഡിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇതിൽ കൊടുക്കട്ടോ, എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാന്നുള്ളത്. അതിലൊരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്, ഇനിയും നേടാനുണ്ട്. അത് ഈ വർഷത്തിലും ചെയ്തിരിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയണത്. വർഷത്തിലൊരിക്കൽ ഒരു 2-3 ദിവസത്തെ നല്ല യാത്ര പോകണം എന്നുള്ളതിനൊക്കെയാണ് ഞങ്ങൾ യാത്ര ഇതിന് മുന്നേ പോയിട്ടുള്ള ഒരു യാത്രയുടെ ഫോട്ടോ എടുത്ത് ഞാൻ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു യാത്ര പോകാൻ കഴിഞ്ഞ് ബ്രോഡ്വേ മാർക്കറ്റ് പോകാൻ കഴിഞ്ഞ് അതിലേറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് അതിൽ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി ഇന്ന് എൻ്റെ മുറ്റത്തുണ്ട്. ആ വർഷം ഞാൻ ഒരിക്കലും നടക്കൂല എന്ന് പ്രതീക്ഷിച്ചിന്, പക്ഷേ ഡിസംബർ ലാസ്റ്റിൽ അതൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെറുതെയാണ് നിങ്ങൾ കരുതരുത് കേട്ടോ. ഈ വിഷൻ ബോർഡ് നമ്മളതെപ്പോഴും അതിൻ്റെ സ്റ്റിച്ചിങ് റൂം അതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മെഷീൻ്റെ മുന്നിലാണ് ഞാനത് തൂക്കിയിട്ടിരുന്നത്. ഇപ്പം എൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ ഡൈനിങ് ഹോളിലേക്ക് മാറ്റിയിട്ടുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്, കട്ടിങ്ങും അയണിങ്ങും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വിഷൻ ബോർഡ് മൈൻഡ് സെറ്റ് നമ്മുടെ മിറാക്കിൾ മോർണിംഗ് റുട്ടീനിൽ ചേർത്ത് എങ്ങനെ എല്ലാ ദിവസവും പ്രാവർത്തികമാക്കാമെന്ന് നോക്കിയാലോ. രാവിലെ 1 മണിക്കൂർ നിങ്ങൾക്കായി നിങ്ങൾ മാറ്റി വെക്കണം. ആദ്യം തന്നെ സൈലൻസ്, ഒരു 5 മിനിറ്റ് നമ്മൾ ശാന്തമായിരുന്നിട്ട് ആ ദിവസം മുഴുവൻ പ്ലാൻ ചെയ്ത് അന്നത്തെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ എഴുതി വെക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും അന്ന് ചെയ്യേണ്ടതൊക്കെ എഴുതി വെക്കുക. പിന്നെ രണ്ടാമത് വരുന്നത് ഒന്ന് വിഷ്വലൈസേഷനാണ്. നമ്മൾ തയ്ക്കുന്ന മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് കസ്റ്റമേഴ്സ് സന്തോഷത്തോടെ പോണതൊക്കെ, നമുക്ക് പണം തരുന്നതൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കാണാം, നമ്മൾ ഉപബോധ മനസ്സിൽ കാണാം ഉള്ളിൽ. ശ്രീനു എന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കേട്ടോ, വലിയൊരു പരാതി ഉണ്ട്. സ്റ്റിച്ചിങ് ചെയ്യാൻ കൊണ്ടുവരുന്ന ആൾകൾ അത് വാങ്ങാൻ വരില്ല. നിങ്ങൾ കൃത്യമായി വിഷ്വലൈസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പം കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. അവരിപ്പോൾ ആ സമയത്തിന് വന്ന് വസ്ത്രങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യും. മൂന്നാമത് വരുന്നത് എക്സസൈസ്. ഈ തയ്യൽക്കാർക്കൊക്കെ വരുന്നത് യഥാർത്ഥൊരിതാണ്, പുറം വേദന, കൗത്തിന് വേദന, നമുക്ക് കാലിന് വേദനയൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റാൻ ലളിതമായ സ്ട്രെച്ചിങ്ങുകളൊക്കെ ചെയ്യുക. നമ്മളെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുക, എക്സസൈസും കാര്യങ്ങളൊക്കെ വന്ന്. കാരണം ഒരുപാട് ഇരുന്നിട്ട് ചെയ്യണ ഒരു പണിയാണല്ലോ, അതുകൊണ്ട്. അടുത്തത് റീഡിങ് ആൻഡ് സ്ക്രൈബിങ് ആണ്. നമ്മളെങ്ങനെ വെച്ചാൽ ഈ കത്രികയൊക്കെ എങ്ങനെ മൂർച്ച കൂട്ടി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. സ്റ്റിച്ചിങ്ങിന് നമുക്ക് എന്തൊക്കെ വേണം, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് അതിനെ പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കുക, ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടോ ഒക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആ ദിവസത്തെ എല്ലാവിധ ലക്ഷ്യങ്ങളും നമ്മളെ ഡയറിയിൽ എഴുതി വെക്കുക. നമ്മൾ അതേപോലെ തുടക്കം ചെറുതാക്കുക. ആദ്യ ദിവസം തന്നെ 10 മണിക്കൂർ തയ്ക്കാനിരിക്കരുത്. വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് പീസ് വെട്ടി കൊടുക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങുക. കുറഞ്ഞത് ഒരു 30 ദിവസമെങ്കിലും ചൂസ് ചെയ്തിട്ട് തുടർച്ചയായി ഈ മിറാക്കിൾ മോർണിംഗ് റുട്ടീനും വിഷൻ ബോർഡും ആക്ഷനൊക്കെ പ്ലാൻ ചെയ്ത് പരിശീലിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. തയ്യൽ ബിസിനസ്സിൽ വലിയ വളർച്ചയും ഉണ്ടാക്കാൻ കഴിയും.
ഈ വിഷൻ ബോർഡ് ഒരിക്കലും ആരും തള്ളിക്കളയണ്ട കേട്ടോ. കാരണം അത് അത്രയ്ക്കും എഫക്റ്റീവായ കാര്യമാണെന്ന് ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അമ്മകൾ വിചാരിക്കും ഇത് വലിയ ഇതൊന്നുമില്ലാന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത് എപ്പോഴും നമ്മളെ കൺമുന്നിൽ നമ്മളെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ഉപബോധ മനസ്സിൽ അതിങ്ങനെ പതിയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉപബോധ മനസ്സ് നമുക്ക് അതിനുള്ള വഴികൾ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു തരും. അങ്ങനെയാണ് ഞാൻ യാത്ര പോയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ബ്രോഡ്വേ ഒക്കെ ഫുള്ള് പോയി. നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് ബ്രോഡ്വേ, അതേപോലെ കോഴിക്കോട് മാർക്കറ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ യാത്രകൾ നമ്മൾ ഈ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയിലൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഒന്ന് പുറത്ത് പോയി ഒരു ചായ കുടിച്ച് പോരുക, അല്ലെങ്കിൽ നല്ലൊരു യാത്ര പോവുക. ഞാൻ അധികം സ്ട്രെസ് എടുത്ത് പണിയെടുത്താൽ ആ ദിവസം ജസ്റ്റ് രാത്രിയൊക്കെ പുറത്ത് പോയിട്ട് നല്ലൊരു ഒന്ന് വൈബായിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒക്കെ റിലാക്സ് ആയൊക്കെ പോരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ കെട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. കാരണം അധികം ഇതാവണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ മനസ്സിന് ഒരു സമാധാനവും റിലാക്സേഷനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും വെറുതെ ഇരുന്ന് സമയം കളയാതെ സ്വന്തം കാലിൽ നിൽക്കാനും ഭർത്താവിനും കുടുംബത്തിനൊക്കെ വലിയൊരു താങ്ങാകാനും നിങ്ങളെല്ലാവരും തയ്യാറാണോ? എങ്കിൽ ഇപ്പം തന്നെ താഴെ യെസ് ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കമൻറ്റ് നിങ്ങളുടെ വലിയൊരു ബിസിനസ് വിജയത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ഞാൻ പറയണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടോല് താഴെ ഒന്ന് ഫുള്ള് കണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ മടി കാരണം ബുദ്ധിമുട്ടായി ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാ തയ്യൽ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്യൂ. അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.